ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞു തരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു സംഭവമാണ് ബാക്കപ്പ് എങ്ങനെ വർക്ക് ആവുന്നത്. ഈ ബാക്കപ്പിൽ എങ്ങനെയാണ് ശരിക്കും ആ പ്ലെയേഴ്സ് മാറുന്നത്, പോയിന്റ്സ് കൂടുന്നതനുസരിച്ചിട്ട് മാറുകയാണോ, അതോ ഒരാൾ സബ്സ്റ്റിറ്റ്യൂട്ട്, അതായത് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയർക്ക് ഇഞ്ചുറി ആയിട്ട് അയാൾ പോയാൽ നമ്മുടെ വേറൊരു ബാക്കപ്പിൽ ആഡ് ചെയ്ത പ്ലെയർ വരുമോ എന്നൊക്കെ ഒരുപാട് പേര് ഇത് വിചാരിച്ചിരിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെയൊന്നും അല്ല. ഇതിൻ്റെ മെയിൻ പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഏതെങ്കിലും ഒരു ഭാഗം മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഒരു നഷ്ടം. കാരണം പകുതി മനസ്സിലായി പകുതി മനസ്സിലാവില്ല എന്നുള്ള രീതിക്കായിരിക്കും നിങ്ങളുടെ ശരിക്കും പിന്നീട് അത് ബാക്കപ്പ് ആഡ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുക. സോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തായാലും ഒരു അപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തരാം. ഈ ഒരു അപ്ലിക്കേഷൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോയ്സ് 11 ആണ്. ഡ്രീം 11നെക്കാട്ടിലും എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവ് മേടിക്കുന്ന ഒരു ഏക അപ്ലിക്കേഷനാണ്. അതുകൂടാതെ തന്നെ ഡെയിലി ഗീവ് അവേ 10,000 രൂപ ഫ്രീ ആയിട്ട് ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഡ്രീം 11നെക്കാട്ടിലും എൻട്രി ഫീസും ഇവിടെ വളരെ വളരെ കുറവാണ്. ഈസി ആയിട്ട് നമുക്ക് വിന്നാവാനും പറ്റുന്ന ഒരു കിടിലൻ കോൺടെസ്റ്റുകൾ ഒരുപാടെണ്ണം ഇതിനകത്തുണ്ട്. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഇവിടെ കോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. 5 പ്ലെയേഴ്സ് ഉണ്ടാകും. കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ളവരെ പിക്ക് ചെയ്താൽ മാത്രം മതി. ഈസി ആയിട്ട് വിന്നാൻ പറ്റുന്ന കിടിലൻ ഓപ്ഷനാണ് കേട്ടോ അത്. തീർച്ചയായിട്ടും നമ്മൾ ചോയ്സ് 11 ട്രൈ ചെയ്യാം. നമ്മൾ പറഞ്ഞു വന്നത് ബാക്കപ്പിനെ പറ്റിയാണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു മത്സരത്തിൻ്റെ ഇത് വെച്ചിട്ട് തന്നെ ഞാൻ ബാക്കപ്പിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ അൺഅനൗൺസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഉണ്ട്, സൂര്യകുമാർ യാദവ്. അദ്ദേഹം 83 പോയിന്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ ബാക്കപ്പ് ഒന്നും ആഡ് ചെയ്യില്ല. ബാക്കപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബാക്കപ്പ് നിന്ന് കാണാൻ പറ്റും. ബാക്കപ്പ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. സൂര്യകുമാർ യാദവ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നാണ്. അദ്ദേഹം പോയിന്റ് എടുത്തപ്പോൾ അദ്ദേഹം ടീമിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഇതിപ്പോൾ നോക്കിക്കോ. ഇവിടെ നമ്മൾ സൂര്യകുമാർ യാദവിനെ ഞാൻ ശരിക്കും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ടീമിൽ. അൺഅനൗൺസ്ഡ് പ്ലെയർ ആയിരുന്നു. അതുപോലെ തന്നെ 3 ബാക്കപ്പ് ആഡ് ചെയ്തിട്ടു. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇപ്പോൾ അദ്ദേഹം സൂര്യകുമാർ യാദവ് 83 പോയിന്റ്സ് എടുത്തിട്ട് അദ്ദേഹം താഴ്ത്തു വന്നു. ഹാർദിക് പാണ്ഡ്യ കയറി വന്നു. ഇത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. ശരിക്കും ഇങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ബാക്കപ്പ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മത്സരത്തിൽ ലൈനപ്പിൽ വരാത്ത ആൾക്കാരോ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്ലെയേഴ്സോ നമ്മുടെ ടീമിലുണ്ടെങ്കിൽ അതിനോടൊപ്പം നമ്മൾ ബാക്കപ്പായിട്ട് B1, B2, B3, B4 ആഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ പ്രയോറിറ്റി വൈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടോ ലൈനപ്പിൽ വരാത്ത പ്ലെയേഴ്സും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ട് കയറിപ്പോകുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ സൂര്യകുമാർ യാദവ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ ആയിരുന്നു. അതുപോലെ ബാക്കപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായി, ബാക്കപ്പിത്തെ ഏറ്റവും നമ്പർ 1 പ്ലെയർ B1 കൊടുത്ത പ്രയോറിറ്റി, നമ്മുടെ പ്രയോറിറ്റി B1 ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു കൊടുത്തത്. അപ്പോൾ ആ ഒരു സെയിം ഓപ്ഷനിലോട്ട് നമ്മൾ ഹാർദിക് പാണ്ഡ്യ വന്നു. അതിപ്പോൾ ഹാർദിക് പാണ്ഡ്യ ഇപ്പോൾ നമ്മൾ ഡ്രീം 11 ഇങ്ങനെ ഇത്രയും ബാറ്റ്സ്മാൻമാരെയും ഒരു ബാറ്റിങ്ങിൽ ഒരാളെ ഇൻക്ലൂഡ് ചെയ്യണം, ഒരു ബോളിങ്ങിൽ ഒരാളെ ഇൻക്ലൂഡ് ചെയ്യണം, ഒരു ഓൾറൗണ്ടർ, ഒരു വിക്കറ്റ് കീപ്പർ, ഇതാണ്. ബാക്കി എത്ര എണ്ണം വേണമെങ്കിൽ കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ബാറ്റിങ്ങിൻ്റെ ആളെയല്ല വരേണ്ടതെന്നൊക്കെ ചോദിക്കും. പക്ഷെ അതങ്ങനെയല്ല. നമ്മൾ പ്രയോറിറ്റി വൈസ് ഇപ്പോൾ ബാറ്റിങ്ങിൽ തിലക് വർമ്മയല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ബാറ്റിങ്ങിൽ സൂര്യകുമാറല്ല. അപ്പോൾ തിലക് വർമ്മയല്ലേ ഇങ്ങോട്ട് വരേണ്ടതെന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ അതേസമയം ഇവിടെ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് മാത്രമേ ഉള്ളൂ. ബാറ്റിങ്ങിൽ സൂര്യകുമാർ യാദവ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ബാക്കപ്പ് പ്ലെയർ ആയിട്ട് ഫസ്റ്റ് നമ്മുടെ ഹർദിക്കും സെക്കൻഡ് തിലക് വർമ്മ ഇട്ടിട്ടുണ്ടെങ്കിൽ തിലക് വർമ്മ കയറി വരും. കാരണം ബാറ്റിങ്ങിൽ മിനിമം ഒരാൾ വേണമെന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ ബാറ്റിംഗ് കയറി വരും. അല്ലെങ്കിൽ ആ അൺഅനൗൺസ്ഡ് പ്ലെയർ അങ്ങനെ തന്നെ നിൽക്കും. ഇപ്പോൾ അദ്ദേഹത്തിന് പോയിന്റ് ഒന്നും എടുത്തില്ലെങ്കിൽ പോയിന്റ് എടുക്കാത്ത രീതിക്ക് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ പ്രയോറിറ്റി വൈസാണ് കയറി വരുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറി, നമ്മുടെ മെമ്പേഴ്സ് ഗ്രൂപ്പിൽ കയറി ജോയിൻ ചെയ്ത് ഡൗട്ട്സൊക്കെ എന്നെ ക്ലിയർ ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.